വെൽക്കം, തഹ്മനാണ്. ഈ വീഡിയോ മെഡിസിനൽ കെമിസ്ട്രിയിൽ ബെൻസോഡയസിപ്പിൻസ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. ബെൻസോഡയസിപ്പിൻസ് നമുക്കറിയാം സെഡേറ്റീവ് ഹിപ്നോട്ടിക് വിഭാഗം മരുന്നുകളാണ്. ആങ്സിയോലിറ്റിക്സ് ആണ്, കുറച്ച് ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഉണ്ട്, ആന്റി കൺവൾസീവ് ആക്ഷൻ, ദെൻ എമർജൻസി കേസിൽ നമുക്ക് ആന്റി ഡിപ്രസന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് കൊടുക്കാം. ആൻഡ് മരുന്ന് പ്രവർത്തിക്കുന്നത് ഗാബ എ ക്ലോറഡൈൻ ചാനലിലെ ഫെസിലിറ്റേറ്ററി ആക്ഷൻ ആണ് ഇതിനുള്ളത്. സോ ഇതാണ് ബെൻസോഡയസിപ്പിൻസ്. ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ബേസിക്കലി ഇത് രണ്ട് സൈക്കിൾ ഉള്ള ഒരു ഹെറ്ററോസൈക്ലിക് റിംഗ് ആണിത്. ആൻഡ് മൂന്നാമത് റിംഗ് കൂടി ഉണ്ട്, അത് സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ റിംഗ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ 3 എണ്ണം കാണും. സോ റിംഗ് എ നമുക്കൊന്ന് വരയ്ക്കാം. റിംഗ് എ എന്താണത്? ഇത് ബെൻസീൻ റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബെൻസീൻ റിംഗ് ആണ് റിംഗ് എ എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്നിട്ട് റിംഗ് ബി ഉണ്ട്, അതൊരു 7 മെമ്പേർഡ് ആണ്. ആൻഡ് ഈ 7 മെമ്പേർഡ് ഹെറ്ററോസൈക്കിൾ ആണ്. അതിൽ 2 നൈട്രജൻ ഉണ്ട്. 1 2, ഇത് 1 ആണെങ്കിൽ, ഇത് 2 ആണെങ്കിൽ, ഇത് 3 ആണെങ്കിൽ, ഇത് 4 ആണെങ്കിൽ, ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്. ദെൻ 5 6. ഓക്കെ, 5ാമത്തെ പൊസിഷൻ 6. അപ്പോൾ ഇതാണ് 6ാമത്തെ പൊസിഷൻ, ഇത് 7ാമത്തെ പൊസിഷൻ, ഇത് 8ാമത്തെ പൊസിഷൻ, ഇത് 9ാമത്തെ പൊസിഷൻ. ഓക്കെ, സോ 1 4 1ലും 4ലുമാണ് നൈട്രജൻ ഉള്ളത്. അപ്പോൾ അധികവും ബെൻസോഡയസിപ്പിൻസ് 1 4 ബെൻസോഡയസിപ്പിൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് കൂടുതൽ ഇവിടെ പറയാം. ആൻഡ് മൂന്നാമത്തെ റിംഗ് ഉള്ളത് ഈ 5ലാണ്. 5ൽ ഇവിടെയാണ്. ആൻഡ് ഇവിടെ നിന്ന് സാധാരണ ഉള്ളത് ഒരു ഫിനോൾ റിംഗ് ആണ്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി 4നും 5നും ഇടയിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കാണും സാധാരണ രീതിയിൽ. ഇവിടെ മിക്കവാറും ഒരു 2ൽ ഒരു ഇതും കൂടി ആകുമ്പോൾ കംപ്ലീറ്റ്. ഓക്കെ, ഇതാണ് സാധാരണ ഇതിന്റെ സ്ട്രക്ചർ. സോ ബേസിക് റിംഗുകൾ ഇതാണ്. റിംഗ് എ ആണ്, ഇത് റിംഗ് ബി ആണ്, റിംഗ് സി ആണ്. നമുക്കാദ്യം റിംഗ് എയിലുള്ള കാര്യങ്ങൾ പറയാം. സോ ഇതാണ് റിംഗ് എ. ഇവിടെ ബെൻസീൻ റിംഗ് അത്യാവശ്യമാണ്. സോ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് അത്യാവശ്യം ആണ്. ആൻഡ് ഈ ബെൻസീൻ റിംഗിൽ ഇവിടെ 7, ഇതാണ് 7ാമത്തെ പൊസിഷൻ. ഈ 7ാമത്തെ പൊസിഷനിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള 2 ഇലക്ട്രോ നെഗറ്റീവ് ഓർ അതിനെ നമുക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് അത്യാവശ്യമാണ് ഇവിടെ ഈ 7ാമത്തെ പൊസിഷൻ. സാധാരണ രീതിയിൽ പലതിലും ഇതിൽ ക്ലോറിനാണ്. ആൻഡ് ചിലതിൽ ക്ലോറിൻ അല്ലാതെ NO2 വെക്കാറുണ്ട്. സോ ഇതാകാം, ഇല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് റിംഗ്സ് ഒക്കെ വയ്ക്കാം. ഇത് നൈട്രാസിപ്പാമിലാണ്. ഇത് നൈട്രാസിപ്പാം ഇതാണ്. ഇത് ഡയസിപ്പാമിൽ ഇതാണ്. വേറെയും ഒരുപാട് മരുന്നുകളിലൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് പ്രധാനപ്പെട്ട മരുന്നുകൾ ചില പറഞ്ഞു പോകുന്നു. അതാണ് 2ാമത്തെ കണ്ടീഷൻ. 3ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ 6 ഉണ്ട്, 8 ഉണ്ട്, 9. 6 8 9 ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നോ സബ്സ്റ്റിറ്റ്യൂഷൻ അലൗഡ്. നോ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് 6 8 ആൻഡ് 9th പൊസിഷൻ. ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിക്രീസ്ഡ് ആക്ടിവിറ്റി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് മനസ്സിലായല്ലോ. ആക്ടിവിറ്റി ഓർ ഈവൻ ഇറ്റ് ക്യാൻ ബിക്കം ഇൻആക്റ്റീവ് ആകാം. സോ അനുവാദം ഇല്ല. നമുക്ക് റിംഗ് ബിയെ പറ്റി പറയാം. റിംഗ് ബി നമ്മൾ ഓൾറെഡി പറഞ്ഞു 7 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് ആണ്. 1ലും 4ലും നൈട്രജൻ ഉണ്ട്. ഡയസെപ്പീൻ റിംഗ് ആണ് സാധനം. ആൻഡ് ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു നൈട്രജൻ നിർബന്ധമാണ്, എസെൻഷ്യൽ ആണ് ഇവിടെ നൈട്രജൻ. സോ ഫസ്റ്റ് പോയിന്റ് അതാണ്, അവിടെ നൈട്രജൻ വേണം. ഫസ്റ്റ് പൊസിഷൻ നൈട്രജൻ അറ്റ് പൊസിഷൻ 1. ഓക്കെ, മസ്റ്റ് ആണ്. ആൻഡ് ഇതിൽ 2ാമത്തെ, ഇതിൽ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഇവിടെ ഉണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഇവിടെ നമുക്ക് CH3 വെക്കാം. CH3 വെച്ച് കഴിഞ്ഞാൽ അത് ഡയസിപ്പാമിന് CH3 ആണ്. ഡയസിപ്പാം ഹാസ് CH3. ഇതാ ഇവിടെ ഇങ്ങനെ CH3 ആണ്. ഓക്കെ, ടെനാസിപ്പാമിനും CH3 ആണ്. ടെമാസിപ്പാം അതിനും CH3 ആണ്. അപ്പൊ സ്മോൾ മീഥൈൽ ഗ്രൂപ്പ് ആകാം. അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇല്ല, ഇവിടെ ഇതില്ല. H മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മരുന്നുകൾ ഓക്സാസിപ്പാമിന് അവിടെ H ആണ്. ദെൻ ലൊറാസിപ്പാം അതിനും H ആണ്. ലോറാസിപ്പാം എന്ന് പറയുന്ന മരുന്നിനും H ആണ്. സോ 2 കാർബൺ വരെയൊക്കെ സാധാരണ പെർമിസിബിൾ ആണ് പരമാവധി. എന്നാലും ഇതാണ് ഏറ്റവും ബെസ്റ്റ്. H അല്ലെങ്കിൽ CH3 വരെ മതി. പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എക്സെപ്ഷൻസ് ഒന്ന് ഫ്ലൂറാസിപ്പാമാണ്. ഫ്ലൂറാസിപ്പാമിന് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു CH2 ഉണ്ട്. ദെൻ C2H5 ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എങ്കിലും അത് വർക്കിംഗ് ആണ്. പക്ഷെ അവിടെ വേറെ പല സ്ഥലത്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതാണ്. അപ്പൊ ഫ്ലൂറാസിപ്പാമിന് അതാണ്. ഇനി പ്രാസിപ്പാമിന് ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഒരു N ഉണ്ട്. ഓക്കെ, ആ Nൽ ഈ N ആണ് ഞാൻ വരച്ചിരിക്കുന്ന N. അതിന്റെ മുകളിൽ ഒരു CH3 ഉണ്ട്. ദെൻ പിന്നെ ഒരു ട്രയാസോൾ റിംഗ് ആണ്. ഓക്കെ, മീഥൈൽ ട്രയാസോൾ എന്ന് പറയും. മീഥൈൽ ട്രയാസോൾ റിംഗ് ആണ്. ദെൻ അനദർ മരുന്ന് ക്വാസിപ്പാം ആണ്. ക്വാസിപ്പാം എന്ന് പറയുന്ന മരുന്നിന് ഞാൻ N ഇവിടെ വരയ്ക്കുന്നു. Nന്റെ മുകളിൽ ഒരു CH2 ദെൻ CF3 ആണ്. സോ ഇങ്ങനെയുമൊക്കെ ആകാം. അപ്പൊ ഇനി റിംഗ് ബിയിൽ നമുക്ക്
പൊസിഷൻ നമ്പർ 2നെ കുറിച്ചാണ് പറയാനുള്ളത്. ഇവിടെ ഒരു കീറ്റോൺ ഗ്രൂപ്പ് അത്യാവശ്യമാണ്, എസെൻഷ്യലാണ്. പ്രോട്ടോൺ അക്സെപ്റ്റിംഗ് ഗ്രൂപ്പ് വേണം ഇവിടെ. ഓക്കെ, റിസപ്റ്റർ ബൈൻഡിങ്ങിന് അത് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് മിക്കതിനും ഡൈസ്പാമിനൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കീറ്റോ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഡബിൾ ബോണ്ട് എസ് തയോ വെച്ചാലോ, തയോ വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ലിപ്പോഫിലിസിറ്റി കൂടും. അതുകൊണ്ട് ഫാസ്റ്റ് ആക്ഷൻ കിട്ടും, വേഗത്തിൽ ആക്ഷൻ കിട്ടും. അങ്ങനെയുള്ള മരുന്നുണ്ടോ എന്ന് വെച്ചാൽ ക്വാസിപ്പാമിന് അങ്ങനെയാണ്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതാണൊന്ന്. രണ്ടാമത്തെ ചെയ്യാവുന്നത് സി ഡബിൾ ബോണ്ട് ഓ മാറ്റി അവിടെ NHCH3 വെക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഞാനിത് മാറ്റി NHCH3 ഇവിടെ വയ്ക്കുകയാണെന്ന്. അപ്പോൾ നമുക്കിവിടെ ആ ഡ്രഗിൻ്റെ പേര് ക്ലോർ ഡയസിപ്പോക്സൈഡ് ആണ്. ക്ലോർ ഡയസിപ്പോക്സൈഡ് എന്ന് പറയുന്ന മരുന്നിന് ഇങ്ങനെയാണ്. പക്ഷെ അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ഫിസിയോളജിക്കൽ pHലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇത് മാറി ഇവിടെ ഒരു O വരികയും അങ്ങനെ ശരീരത്തിൽ ആക്ഷൻ കിട്ടും. ഇതിൻ്റെ ദോഷങ്ങൾ അവിടെ ഉണ്ടാവത്തില്ല, എഫക്റ്റീവാണ്. ഇനി ഇവിടെ ഈ സി ഡബിൾ ബോണ്ട് O മാറ്റി നമ്മൾ അവിടെ H ആണ് വയ്ക്കുകയെന്ന് വെച്ചാൽ H വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ പോകും, നോ ആക്ഷൻ, അല്ലെങ്കിൽ പൊട്ടൻസി വിൽ ബി റെഡ്യൂസ്ഡ്. ഇനി ചിലപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പൊസിഷൻ 1 and 2 ഈ പൊസിഷൻ രണ്ടും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഫ്യൂസ്ഡ് ഹെറ്ററോസൈക്ലിക് നമുക്ക് വെക്കാം. ഫ്യൂസ്ഡ് ഹെറ്ററോസൈക്ലിക് വെക്കുന്നത് അത് നമ്മൾ ശരിക്കും ക്ലാസ് B ബെൻസോഡൈസിപ്പിൻസ് ആണ്. മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ക്ലാസ് എനെ കുറിച്ചിട്ട് മാത്രമാണ്. ഇവിടെ മാത്രം നമ്മൾ ക്ലാസ് B ബെൻസോഡൈസിപ്പിനെ കുറിച്ച് പറയുന്നു. അവിടെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഏകദേശം. ഇവിടെ ബെൻസിൻ റിംഗ് ഉണ്ട്, ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് O ആണ്. തൽക്കാലം നമ്മൾ വരയ്ക്കുന്നില്ല. ഇവിടെ ഒരു ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചർ ഇരിക്കുക. നമുക്കപ്പോൾ ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ എന്നിൽ നിന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോവുക, ദെൻ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഒരു നൈട്രജൻ കൊടുക്കുക, ദെൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ചിലപ്പോൾ നമ്മൾ നൈട്രജൻ കൊടുക്കും, ചിലപ്പോൾ നമ്മൾ കാർബൺ തന്നെ ആയിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് രണ്ടാമത്തിലേക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും, ദെൻ ഇവിടെയും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. ദെൻ നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാം. ഇവിടെ സപ്പോസ് 6 എന്ന് എഴുതുകയാണെങ്കിൽ സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് 3 നൈട്രജൻ ആണെങ്കിൽ നമുക്കതിനെ ട്രയാസോൾ എന്ന് വിളിക്കാം. ട്രയാസോൾ. ഓക്കെ, ഇപ്പൊ മിഡാസോളാമിന് ഇവിടെ നൈട്രജൻ അല്ല, അവിടെ കാർബൺ തന്നെയാണ്. അപ്പം മിഡാസോളാം എഴുതുക. മിഡാസോളാമിന് ഇവിടെ കാർബൺ ആണ്, നൈട്രജൻ അല്ല, നോ നൈട്രജൻ. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അൽപ്രാസോളാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അൽപ്രാസോളാം എന്ന് പറയുന്ന മരുന്നിന് ഇവിടെ CH3 ആണ്. ട്രയാസോളാം എന്ന് പറയുന്ന മരുന്നിനും CH3 ആണ്. ട്രയാസോളാം എന്ന് പറയുന്ന മരുന്നിനും ഇവിടെ CH3 ആണ്. എറ്റിയാസോളാം ആണെങ്കിൽ അവിടെ CH3 ഇല്ല, അവിടെ H മാത്രമാണ്. ഓക്കെ, മിഡാസോളാമിന് ഇവിടെ കാർബൺ മാത്രമേ ഉള്ളൂ, നൈട്രജൻ ഇല്ല. സോ ഇതാണ് ക്ലാസ് B ബെൻസോഡയസിപ്പിൻ. സോ അപ്പോൾ നമ്മളിവിടെ 1ഉം 2ഉം കൂടി ഒന്ന് 1ഉം 2ഉം കൂടി ഇവിടെ, ഇതാണ് 1ഉം 2ഉം ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ഉണ്ടാക്കുന്നതാണ് വേറൊരു രീതി. അപ്പോൾ നമുക്ക് പൊസിഷൻ 3യും ഇവിടെ ഈ സ്ലൈഡിൽ തന്നെ പറയാം. ഇതാണ് പൊസിഷൻ 3. ഇവിടെ സാധാരണ രീതിയിൽ പൊസിഷൻ 3 എന്ന് നമുക്ക് എഴുതാം. പൊസിഷൻ 3 സാധാരണ അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഉണ്ടാവില്ല സാധാരണ രീതി. അവിടെ ഇപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുക എന്ന് വിചാരിക്കുക, അവിടെ CH3 അല്ലെങ്കിൽ CH2 അങ്ങനെയൊക്കെ എന്തെങ്കിലും പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി വിൽ ബി ഡിക്രീസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കും അവിടെ. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ ഒരു OH ഗ്രൂപ്പ് പിടിപ്പിക്കാൻ, OH എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, പോളാറാണ് സാധനം അല്ലേ. അപ്പോൾ മരുന്നിന്റെ കൈനറ്റിക്സിൽ വ്യത്യാസം വരും. കൈനറ്റിക്സ് ഓഫ് ദ ഡ്രഗ്സ് വിൽ ചേഞ്ച് എന്ന് വെച്ചാൽ OH ഈസ് പോളാർ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ സോലുബിൾ ആണ്. വാട്ടർ സോലുബിൾ ആണെങ്കിൽ ലിവറിലെത്തി കഴിയുമ്പോഴത്തേക്കും ഉടൻ തന്നെ മിക്കവാറും ഗ്ലൂക്കറോണിഡേഷൻ കൂടി വേഗം നടക്കുമ്പോഴത്തേക്കും വേഗം ശരീരത്തിന് പോകും. സോ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ, അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ, അപ്പോൾ അവിടെ നോൺ പോളാർ ആണ്. നോൺ പോളാർ ആകുമ്പോഴത്തേക്കും ലിപ്പോഫിലിക് ആണ്. ലിപ്പോഫിലിക് ആയിരിക്കും. അപ്പോഴത്തേക്കും ലിവറിൽ സാധാരണ രീതിയിൽ നടക്കുന്ന മെറ്റബോളിസം നടക്കും. അപ്പോൾ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഇപ്പോൾ ഡയസിപ്പാമിന് ഇവിടെ ഒന്നുമില്ല, അവിടെ നോ സബ്സ്റ്റിറ്റ്യൂഷൻ, അവിടെ H മാത്രമായിരിക്കും ഉണ്ടാവുക. സോ അതാണ് തേർഡ് പൊസിഷൻ. അപ്പം നമുക്ക് 4 and 5 ഈ പൊസിഷൻ രണ്ടിനെ കുറിച്ചിട്ടും കൂടി പറയാം. ഇവിടെ കുറച്ച് സ്ഥലം മതി. 4 and 5 അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. 4നും ഇടയിൽ 4 നൈട്രജൻ ഉണ്ട്, ദെൻ 5 ഇവിടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇട്ടുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. സോ ഡബിൾ ബോണ്ട് അത്യാവശ്യമാണ്. സോ 4 and 5 ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ആൻഡ് 4 നൈട്രജൻ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ 1,4 ബെൻസോഡയസിപ്പിൻസ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞത്. ആൻഡ്
ഇതിപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് മാറ്റി ഇവിടെ രണ്ടും എച്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ആക്ടിവിറ്റി കുറയും. അതിൻ്റെ അർത്ഥം അവിടെ ഡബിൾ ബോണ്ട് വേണം എന്നാണ്. ഇനി ഡബിൾ ബോണ്ട് ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് ആക്കിയാലോ 3 and 4 മാറ്റിയാൽ അപ്പോഴും ഡിക്രീസ്ഡ് ആക്ഷൻ കുറയും. ഇനി പൊസിഷൻ നമ്പർ 5 ഇവിടുത്തെ കാര്യമാണ് നമ്മൾ പറയാം. ഇവിടെ താഴത്തേക്ക് ഒരു അരോമാറ്റിക് ഫിനൈൽ റിംഗ് വേണം. സോ ഒരു ഫിനൈൽ റിംഗ് മസ്റ്റാണ്. ഫിനൈൽ റിംഗ് എല്ലാ മരുന്നിനുണ്ട്. അത് ഓപ്റ്റിമലാണ്. ഇപ്പോൾ ഡൈസിപ്പാമിന് അതുണ്ട്, ഓക്സാസിപ്പാമിനുണ്ട്, ക്ലോഡൈസിപ്പോക്സൈഡിനുണ്ട്, ക്ലോണൈസിപ്പാം, എല്ലാ മരുന്നിനും ഇവിടെ ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സൈക്ലോ ആൽക്കൈൽ ആക്കാം. സോ ഫിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പ് ആക്കിയെന്ന് വെച്ചാൽ ഇത് മാറ്റിയാലും മതി. അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്ത ഫുൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സംഭവം കൊണ്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ റിങ്ങിന്റെ കാര്യമാണ്. ഈ റിങ്ങിൽ ഇത് ഓർത്തോ പൊസിഷനാണ്, ഇത് മെറ്റാ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ആൻഡ് ഇതിന്റെ ഓർത്തോ പൊസിഷൻ, സോ ഇത് 2 ഓർത്തോ പൊസിഷനാണ്, ഇത് 6ാമത്തെ പൊസിഷനാണ്. 2' എന്ന് എഴുതാം, വേറെ റിംഗ് ആണല്ലോ 6'. സോ ഇവിടെ ഓർത്തോ പൊസിഷനിൽ നമുക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വേണം. സോ ഓർത്തോയിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് അത്യാവശ്യം. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ്. ഇപ്പോൾ ക്ലോറിനുള്ളത് ക്ലോണാസിപ്പാമിൽ ഇവിടെ ക്ലോറിനുണ്ട്. ദെൻ ഫ്ലൂറാസിപ്പാമിൽ ഇവിടെ ഫ്ലൂറിനാണുള്ളത്. ഫ്ലൂറാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്. പക്ഷെ അത് നമ്മൾ കൊണ്ട് പാരയിൽ വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ആക്ടിവിറ്റി. പാരയിലും മെറ്റയിലും ഒന്നും അലൗഡ് അല്ല, ആക്ഷൻ കുറയും. നമുക്ക് മൊത്തം സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കി കഴിഞ്ഞാൽ ഡൈസിപ്പാമിൽ ഇവിടെ 1 ഇവിടെ ഒരു CH3 ഉണ്ട് നമുക്കറിയാം. ആൻഡ് ഇവിടെ 7 ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഇപ്പോൾ ഡൈസിപ്പാമായി. ദെൻ ലൊറാസിപ്പാമിൽ ഇവിടെ 1 H ആണ്, ഇത് ഡൈസിപ്പാമാണ്, ഇത് ലൊറാസിപ്പാമാണ് വരയ്ക്കുന്നത്. ആൻഡ് 3 പക്ഷേ ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട് ലൊറാസിപ്പാമിന്. 7 ഇവിടെ ക്ലോറിൻ ഉണ്ട്. ആൻഡ് ഇവിടെ ക്ലോറിനാണ്, ഇവിടെ ക്ലോറിൻ. ഇതാണ് ലൊറാസിപ്പാം. ഇവിടെ ഒക്കെ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി. ഇവിടെ ഡബിൾ ബോണ്ട്. ദെൻ ഓക്സാസിപ്പാമിൽ 2 ഇവിടെ ക്ലോറിൻ ഇല്ല. ഓക്സാസിപ്പാം ആണെങ്കിൽ ഇവിടെ ക്ലോറിൻ ഇല്ല. ഇതാണ് ലൊറാസിപ്പാമായിട്ടുള്ള. അപ്പോൾ ബാക്കി വ്യത്യാസങ്ങൾ ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ എച്ച് ഉണ്ടാവും, ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഇല്ല. ഇതാണ് ഓക്സാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഫ്ലൂറാസിപ്പാമിലാണെങ്കിൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഇവിടെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു CH2 ഉണ്ട്. ദെൻ N അവിടെ C2H5 ഉണ്ട്. ആൻഡ് 7 ഇവിടെ ക്ലോറിനാണ്. ആൻഡ് 2 ഇവിടെ 2' ഫ്ലൂറിനാണ് അവിടെ ഉള്ളത്. ഇനി ഇത് ഏതായിരുന്നു, ഫ്ലൂറാസിപ്പാം എന്ന് പറയുന്ന മരുന്നാണ്. ആൻഡ് ഇത് നമുക്ക് ഇനി ക്ലോണാസിപ്പാം ആണ്. ക്ലോണാസിപ്പാമിൽ ഇവിടെ ഒരു H തന്നെയാണുള്ളത്, പക്ഷെ 7 ഇവിടെ NO2 ആണ് ഉള്ളത്. ആൻഡ് ഇവിടെ ക്ലോറിൻ ആണ് ഉള്ളത്. ഇനി ഇത് ക്ലോർഡൈസിപ്പോക്സൈഡ് ആണ്. ക്ലോർഡൈസിപ്പോക്സൈഡിൽ ഇവിടെ 1ഉം 2ഉം തമ്മിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ ഇതല്ല, ഇവിടെ NHCH3 ഗ്രൂപ്പാണ് ഉള്ളതെന്നും പറഞ്ഞു. ആൻഡ് ഇവിടത്തേക്ക് മാറും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഇതാണ് ക്ലോർഡൈസിപ്പോക്സൈഡ്. ആൻഡ് ഈ സ്ട്രക്ചറിലെല്ലാം ഞാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ ഒരു ഡബിൾ ബോണ്ടുള്ള കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് മറക്കണ്ട, ഞാൻ വിട്ടുപോയി. ഒരുപാട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അതാ പ്രശ്നം. ഇനി ക്ലാസ് B ബെൻസോഡൈസ്പിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അൽപ്രാസോളാം, എസ്റ്റസോളാം, മിഡാസോളാം, ട്രയാസോളാം, എല്ലാത്തിനും ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ. അഡീഷണലി 1ഉം 2ഉം കൂടി ചേർന്നാണെന്ന് പറഞ്ഞു. ആൻഡ് എല്ലാത്തിലും 7, ഇവിടെ എല്ലാത്തിലും ക്ലോറിൻ തന്നെയാണുള്ളത് ഈ പൊസിഷനിൽ. ദെൻ ഇവിടെ CH3 ഉള്ളത് അൽപ്രാസോളാമിനിവിടെ CH3 ആണ്, മിഡാസോളാമിനിവിടെ CH3 ആണ്, ട്രയാസോളാമിന് ഇവിടെ CH3 ആണ്, വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഇവിടെ മിഡാസോളാമിന് നൈട്രജൻ ഇല്ല, ഇവിടെ കാർബൺ ആണ്. പക്ഷെ ബാക്കി 2നും ഇവിടെ വീണ്ടും നൈട്രജൻ ഉണ്ട്. അതുകൊണ്ടാണ് ട്രയാസോളാം 3 റിംഗ് നൈട്രജൻ ഉള്ള റിംഗ് ആണ്. ആൻഡ് ഇനി ഇവിടെ മിഡാസോളാമിന് ഫ്ലൂറിൻ ആണ് ഉള്ളത്, ട്രയാസോളാമിനാണെങ്കിൽ ക്ലോറിൻ ആണ് ഉള്ളത്. സോ ഇതാണ് ഇവയുടെ ഈ സ്ട്രക്ചേഴ്സ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. 1,4 ബെൻസോഡൈസ്പിൻ ആണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.